എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ നെറ്റ്ഫ്ലിക്സിന്റെ ഏറ്റവും പുതിയ സൂപ്പർ ഹീറോ ഷോ ആയിട്ടുള്ള ജൂപ്പിറ്റേഴ്സ് ലെഗസി. സോ എന്താണ് ജൂപ്പിറ്റേഴ്സ് ലെഗസി? ഇത് ആക്ച്വലി ഒരു ഇന്ത്യ കോമിക്സ് ബേസ് ആയിട്ടുള്ള ഒരു ടി വി സീരീസ് തന്നെയാണ്. 2013 മാർക്ക് മില്ലർ ആണ് ഈ ഒരു കോമിക്സ് ബുക്ക് ആക്ച്വലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് മാർക്ക് മില്ലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ തന്നെയാണ് മാർവലിന്റെ സിവിൽ വാർ ആണെങ്കിലും ഓൾഡ് മാൻ ലോഗൻ എന്ന് പറഞ്ഞ കോമിക്സും പുള്ളിക്കാരൻ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇനി നമുക്ക് സ്പോയിലർ ഫ്രീ ആയിട്ട് ഇതിന്റെ പ്ലോട്ടിലേക്ക് നോക്കാം. സോ സ്പോയിലർ ഫ്രീ ആയിട്ട് ജൂപ്പിറ്റർ ലെഗസിയുടെ പ്ലോട്ടിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗ് പോയേക്കുന്ന രീതി പാസ്റ്റും പ്രസന്റും എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ പാസ്റ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാരക്ടേഴ്സിനൊക്കെ എങ്ങനെയാണ് ഈ ഒരു സൂപ്പർ പവർ കിട്ടിയ ആ ഒരു എക്സ്പെഡീഷൻ, ആ ഒരു ഐലൻഡ് എക്സ്പെഡീഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ആ ഒരു പാസ്റ്റിൽ നമ്മളെ കാണിച്ചു തന്നേക്കുന്നത്. അതുകൂടാതെ തന്നെ പ്രസന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര 90 വർഷമായിട്ട് അവർ ആക്ച്വലി എർത്തിലുണ്ട്. ആൻഡ് അവരുടെ കുട്ടികൾ അതേപോലത്തെ റെസ്പോൺസിബിലിറ്റി അവരിപ്പോഴും അവരുടെ ഒരു ലെഗസി കീപ്പപ്പ് ചെയ്യാൻ നോക്കുന്നു. കുട്ടികൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. അവർ പ്രതീക്ഷിക്കുന്ന പോലെ കുട്ടികൾക്കൊന്നും ആ ഒരു ലെഗസി കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതേപോലത്തെ കാര്യങ്ങളാണ് നമുക്ക് ആക്ച്വലി സ്പോയിലർ ഫ്രീ ആയിട്ട് ഇതിന്റെ പ്ലോട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. സോ ബേസിക്കലി ജൂപ്പിറ്റർ ലെഗസി എന്ന് പറയുന്ന ഈ ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് ആമസോൺ പ്രൈമിന്റെ ബോയ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ആൻസർ ആയിട്ടാണ് നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇതിനകത്തും കുറേയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ ബ്രൂട്ടൽ ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം അതേപോലത്തെ ഒരു സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ് ഇതിനകത്തും അവർ ആക്ച്വലി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യം. സോ ഇപ്പോഴേ ഞാനൊരു കാര്യം പറയാം, ഇസ് ഇറ്റ് ബെറ്റർ ദാൻ ബോയ്സ് എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ലെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗിലേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, വളരെ സ്ലോ ബേൺ ആയിട്ടുള്ള ഒരു വേൾഡ് ബിൽഡിംഗ് ആണ് ത്രൂ ഔട്ട് ഈ സീസൺ 1 നമ്മൾ അവരെ കാണിച്ചു തന്നിട്ടുള്ള ഒരു കാര്യം. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് വേണ്ട ഒരു കാര്യം എന്താ, കുറെ ആക്ഷൻസ്. കാരണം എസ്പെഷ്യലി ഒരു സൂപ്പർ ഹീറോ ഷോയ്ക്കകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന കുറെ ആക്ഷൻസ് കാണാൻ വേണ്ടി തന്നെയാണ്. ഇതിനകത്ത് ആക്ഷൻസ് ഉണ്ട്, കുറച്ച് ബ്രൂട്ടൽ ആയിട്ടുള്ള ആക്ഷൻസ് തന്നെ ഉണ്ടെന്ന് തന്നെ ഞാൻ പറയാൻ പറ്റും. പക്ഷേ ആക്ഷനേക്കാൾ അവർ കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്തെങ്കിലും ഡ്രാമയിൽ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഒറിജിനൽ സ്റ്റോറി അവർക്ക് എന്താണെങ്കിലും കാണിച്ചു തന്നേ പറ്റുള്ളൂ. സോ മോർ ലൈക്ക് ഇതിനകത്ത് ആ ഒരു ആക്ഷനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഡ്രാമയ്ക്കാണ് ഇവർ ആക്ച്വലി പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു കാര്യം. പിന്നെ അഫ്കോഴ്സ് ഈ ഒരു ഷോ ബാക്ക് ആൻഡ് ഫോർത്ത് പോകുന്നത് നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം പ്രസന്റിൽ നിന്ന് പാസ്റ്റിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഒരു കാര്യം ഞാൻ പറയാം, ആ ഒരു ക്ലാസിക് 1929 കാണിക്കുന്ന ആ ഒരു കാര്യം വളരെ കിടുവായിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിന്റെ അറ്റ്മോസ്ഫിയർ ആണെങ്കിലും സെറ്റിംഗ് ആണെങ്കിലും എസ്പെഷ്യലി ആ ഒരു ഐലൻഡിൽ പോയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇവർ ആക്ച്വലി സൂപ്പർ ആയിട്ട് ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് ത്രൂ ഔട്ട് എനിക്ക് തോന്നിയത്. കാരണം ആ ഒരു അഡ്വഞ്ചർ എക്സ്പെഡിഷൻ നമ്മൾ എങ്ങനെ ഈ ഒരു ആൾക്കാർ സൂപ്പർ ഹീറോസ് ആയി, എങ്ങനെ അവർക്ക് ആ സൂപ്പർ പവേഴ്സ് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര നല്ല രീതിയിൽ തന്നെ ഒരു അഡ്വഞ്ചർ ഫിലിം വാച്ച് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ഫീലും നമുക്ക് കിട്ടുന്നത് തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സീരീസ് കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ആണെന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കുറേയധികം കാര്യങ്ങൾ ഈ ഒരു സീരീസ് നമ്മളെ ആവിഷ്കരിച്ച് കാണിച്ചിട്ടുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ സൂപ്പർ വില്ലൻസ് ആൾക്കാരെ കൊല്ലുന്നത് നമുക്ക് ഈസി ആയിട്ട് അറിയാവുന്ന ഒരു കാര്യം. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ആക്ച്വലി സൂപ്പർ ഹീറോസ് എന്തുകൊണ്ട് സൂപ്പർ വില്ലൻസിനെ കൊന്നുകഴിഞ്ഞാൽ എന്താണ് പ്രോബ്ലം, അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസും ആക്ച്വലി ഈ ഒരു സീരീസ് ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് തന്നെ. ആൻഡ് ഇനി ഈ ഒരു സീരീസിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അഫ്കോഴ്സ് എനിക്ക് പറയാൻ പറ്റും ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. അതിനകത്ത് എടുത്ത് പറയേണ്ട നമ്മുടെ സൂപ്പർ ഹീറോ ഫാമിലിയെ കുറിച്ചിട്ടുള്ള ഒരു കാര്യവും തന്നെയാണ്. സോ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ നോക്കിയാൽ വോൾട്ടർ സാംസൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇതിനകത്ത് വളരെ സൂപ്പർ തന്നെയാണ്. പുള്ളിക്കാരന്റെ ബ്രെയിൻ വേവ് എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറച്ചും കൂടി എനിക്കൊരു ലോക്കി വൈബാണ് തോന്നിയത്. കാരണം കുറച്ച് മിസ്ചിഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ട് തന്നെ എനിക്ക് ത്രൂ ഔട്ട് എനിക്ക് ഫീൽ ചെയ്യും. പിന്നെ ഗ്രേസ് സാംസന്റെ ലേഡി ലിബർട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണെങ്കിലും അതുപോലെ തന്നെ ജോർജ് ഹച്ചിന്റെ സ്കൈ ഫോക്സ് എന്ന് പറയുന്ന ക്യാരക്ടർ ആണെങ്കിലും പിന്നെ ഇവിടുത്തെ മക്കളായിട്ടുള്ള ക്ലോയി ആണെങ്കിലും ബ്രാൻഡൻ ആണെങ്കിലും അതുപോലെ തന്നെ ഹച്ച്, ഇതേപോലത്തെ ഒത്തിരി ക്യാരക്ടേഴ്സ് നമുക്ക് ഇതിനകത്ത് ത്രൂ ഔട്ട് അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതിനകത്തൊക്കെ എസ്പെഷ്യലി എടുത്തു പറയേണ്ട ക്യാരക്ടർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഷ് ചെയ്യുന്ന ഷെൽഡൻ സാംസൺ AKA യൂട്ടോപ്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ പുള്ളിക്കാരന്റെ പുതിയ പ്രസന്റ്, എനിക്ക് പ്രസന്റിനകത്ത് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരേ ഒരു ക്യാരക്ടർ ജോഷ് തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം എനിക്ക് അധികം ഈ ഒരു സീരീസിനകത്ത് പ്രസന്റ് കാണിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അധികം ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. എനിക്ക് കുറച്ചുകൂടി കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ആ ഒരു പാസ്റ്റിനകത്ത് കാണിച്ചിട്ടുള്ള എക്സ്പെഡീഷനും കാര്യങ്ങളും തന്നെയായിരുന്നു. പക്ഷേ ഷെൽഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഫ്കോഴ്സ് ഞാനൊരു കാര്യം പറയാം, പുള്ളിക്കാരന്റെ ആ ഒരു ടോട്ടൽ ലുക്ക് ആണെങ്കിലും എനിക്ക് ആക്ച്വലി ക്ലാസിക് ലുക്ക് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഇതിനകത്ത് ആ ഒരു ലോങ് ഹെയറിലുള്ള ലുക്കും കാര്യങ്ങളും എല്ലാം വളരെ കിടുവായിട്ട് തന്നെ അവർക്ക് ആവിഷ്കരിക്കാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നിയത്. ആസ് എ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരനും ആക്ച്വലി ഒരു സൂപ്പർമാനെ പോലത്തെ ഒരു ക്യാരക്ടറാണ്. ആൻഡ് പുള്ളിക്കാരൻ ആ ഒരു കാര്യം വളരെ സൂപ്പർ ആയിട്ട് തന്നെ ഈ ഒരു ക്യാരക്ടറിൽ കൂടി കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ജൂപ്പിറ്റർ ലെഗസിയുടെ സീസൺ 1 കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യം. സോ നെഗറ്റീവ്സ് ഞാൻ ഓൾറെഡി ഇതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇതിന്റെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇത് കുറച്ചും കൂടി ഒറിജിനൽ സ്റ്റോറിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, വേൾഡ് ബിൽഡിംഗ് ആണ് ഇതിനകത്ത് കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ചും കൂടി ആക്ഷൻസ് വളരെ കുറവാണ്, കുറച്ചും കൂടി കൂടുതൽ ഡ്രാമയാണ് നമുക്ക് ആക്ച്വലി കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതുകൂടാതെ തന്നെ കുറച്ച് ലാഗ് അടിപ്പിക്കാനും സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. കാരണം ഈ ഒരു ഷോ നല്ല രീതിയിൽ തന്നെ ഒരു സ്ലോ ബേൺ തന്നെയാണ്.
സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു ഷോയിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇത് സീസൺ 1 നമ്മുടെ കൺക്ലൂഷൻ സ്കോർ എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 7 ഔട്ട് ഓഫ് 10 എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇറ്റ്സ് സൂപ്പർ സീരീസ്. പക്ഷേ ഞാൻ ഇതേ നിങ്ങളോട് പറയുള്ളൂ, കുറച്ച് ടൈം എടുത്ത് നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയുള്ളൂ. കാരണം ബോയ്സ് പോലെ ജസ്റ്റ് ചാടി എഴുന്നേറ്റിട്ട് ഇപ്പൊ തന്നെ എനിക്ക് കാണുന്ന കുറെ ആക്ഷൻ സീക്വൻസ് എന്ന് പറഞ്ഞു പോയി അതൊരിക്കലും നിങ്ങൾക്ക് ഈ ഒരു സീരീസിൽ നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ഇത് ബോയ്സ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു സീരീസ് ബോയ്സിന്റെ ആ ഒരു ലെവലിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിലെന്താണെങ്കിലും സീസൺ 2 വന്നേ മതിയാവുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ സീസൺ 2 മാത്രമേ ഇതിനകത്ത് ഒത്തിരിയധികം ക്യാരക്ടേഴ്സിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ബാക്കി കുറെ കാണിച്ച ക്യാരക്ടേഴ്സിനൊക്കെ എങ്ങനെ സൂപ്പർ പവേഴ്സ് കിട്ടിയെന്ന് ചോദിച്ചാൽ തന്നെ എനിക്ക് അതിനകത്ത് ആൻസർ കിട്ടിയിട്ടില്ല. സോ അതേപോലത്തെ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാനാണെങ്കിലും കുറച്ചുകൂടി ബാക്ക് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ തരാനാണെങ്കിലും അഫ്കോഴ്സ് ഈ ഒരു സീരീസ് സീസൺ 2 റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മതിയാവുള്ളൂ. എന്താണ് ഈ സീസൺ 2 അതിന്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും, അതെന്തായാലും ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സീരീസിനെ കുറിച്ച് എനിക്ക് പറയാവുന്ന ഒരു കാര്യം. നിങ്ങൾ ഈ ഒരു സീരീസിന് വേണ്ടി അവൈറ്റ് ചെയ്തിരിക്കുമായിരുന്നു. നിങ്ങൾ ഈ സീരീസിന്റെ ഫേവറേറ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഫേവറേറ്റ് ക്യാരക്ടർ ആരാന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട ഒബ്വിയസ് ഡിസ്ലൈക്ക് ചെയ്യാനാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസൺ. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. Punch.